ഇന്ന് രാവിലെ യൂട്യൂബിലെ ഒരു ഏതോ ഒരു വെളിവില്ലാത്തവൻ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല, ഏത് ദൈവത്തിനെ വിളിച്ചാലും ഒരു ദൈവം പ്രത്യക്ഷപ്പെടില്ല, ആകാശത്തും ഭൂമിയിലും ദൈവമില്ല എന്നാണ് അവൻ്റെ അഭിപ്രായം. അവൻ ഈ 4000 ചില്ലാൻ മതങ്ങളുണ്ട്, അതിലാകെ 3 മതം പറയാൻ അവൻ അറിയുള്ളൂ. അപ്പം ഇതൊക്കെ എവിടെന്നോ അവൻ സ്വരുക്കൂട്ടിയെടുത്ത്, അവർ വെളിപാടില്ല. കാരണം സ്ഥിരബുദ്ധി എന്ന് പറയുന്നത് അവരില്ല എന്നുള്ളത് സത്യമാണ്. കാരണം അതവൻ്റെ സംഭാഷണത്തിൽ നമുക്കറിയാം. കാരണം ദൈവമില്ല. ഇന്ന് മനുഷ്യൻ ദൈവത്തിൽ അഭയം തേടി ശാശ്വതമായ ശാന്തിയും സമാധാനത്തിനും വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഇവനെപ്പോലുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ തീവ്രവാദവും വെട്ടിക്കൊലയും കുത്തിക്കലവും ഒക്കെ ചെയ്ത് ഈ രാജ്യത്ത് ജനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്ന് എല്ലാം കഴിയില്ലേ? കാരണം ആരെയും പേടിക്കേണ്ട കാര്യങ്ങളില്ലല്ലോ. ഇന്ന് നമ്മൾ ഈശ്വരൻ എന്നൊരു സങ്കല്പത്തിൽ, അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ അള്ളാഹു, അല്ലെങ്കിൽ യേശു എന്താവട്ടെ, ഒരു ദൈവവിശ്വാസത്തിൽ നമുക്കൊരു ഭയം, അത് ഒരു ഭക്തിഭയം നമ്മളിലെല്ലാവരുമുണ്ട്. ഈ പറഞ്ഞ കിട്ടച്ചാരന് അതില്ല. കാരണം അവൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് എവിടെന്നോ പൊട്ടി വീണ് മുളച്ചതാണ്. അവന് ജന്മം തള്ള പ്രസവിച്ചിട്ട് അവൻ ജനിച്ചതല്ല എന്നാണ് എൻ്റെ നിഗമനോട്ട. കാരണം അവൻ ഒരു പ്രാർത്ഥനയ്ക്കും ഫലമില്ല എന്ന് അവൻ സത്യമായിട്ട് പറയുകയാണ്. ഈ ലോകത്ത് ആകപ്പാടെ നിരീശ്വരവാദികൾ പണ്ട് ഉണ്ടായിരുന്നു, മറ്റേ ഇടമറുക അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ ദൈവം ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ ദൈവത്തിൽ വിശ്വാസമില്ല, ഊർജ്ജമുണ്ടെങ്കിൽ പ്രവർത്തിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം. ദൈവമില്ലാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇവനാണ് ഇപ്പം ലോകത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത്. ഇപ്പം ഇവനെ ഞാൻ ആരാധിക്കേണ്ടി വരും എല്ലാവരും. കാരണം ഇപ്പം ഇവർ അതൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവനൊക്കെ എവിടെ നിന്ന് വലിഞ്ഞ് കയറി അഴിഞ്ഞ് വരുന്നതാണ്. ഇവനൊക്കെ വേറെ പണിയില്ലേ? സീരിയസ് ഇല്ലെങ്കിൽ വല്ല ആസ്പത്രിയിലൊക്കെ പോയി ചികിത്സിച്ച് ഒരു നല്ല ജീവിതം നയിക്കണു. താൻ ആരെയുണ്ടോ ഈ ഭൂമിയിൽ വിളിക്കുന്നത്? പ്രകൃതി എന്നൊരു സത്യം, പ്രകൃതി വരുന്നൊരു സത്യമുണ്ടോ? ആ സത്യത്തെ തനിക്ക് അറിയില്ലേ? ഇവിടെ പ്രകൃതിയാണ് സത്യവും ശിക്ഷയും നന്മയും തിന്മയും ഒക്കെ പ്രകൃതി ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. അതിന് സംശയിക്കേണ്ട. താൻ തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നില്ല ഇവിടെ. അത് തന്നെ പ്രകൃതി സത്യമല്ലടോ. അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അല്ല, നിൻ്റെ വീട്ടിൽ ഈശ്വരൻ പതിയില്ല, ആകാശത്ത് നോക്കിയപ്പോൾ കണ്ടില്ല, ഭൂമിയിൽ നോക്കിയപ്പോൾ കണ്ടില്ല, നിൻ്റെ മുറികളിൽ നോക്കിയപ്പോൾ കണ്ടില്ലാത്ത പറയുകയായിട്ട് നീ ഈ വേദാന്തം വിളിച്ച് പോയാൽ വേറെ പണിയില്ലേ മോനെ നിനക്ക്? നീ പോയി വല്ല എവിടെയാണ് നിനക്ക് അഭയം എങ്ങുമില്ല. നീ വല്ല കടലിൽ ഒരു കൊച്ചിയിൽ നടുക്കടലിൽ ചെന്നിരുന്ന് കയറ്റി തുഴഞ്ഞ് കളിക്കടാ. അതാ നിനക്ക് പറ്റുള്ളൂ. ദൈവത്തിൽ അഭയം നിനക്കില്ല. പോടാ.